എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. അങ്ങനെ മീഡിയ വണ്ണിൻ്റെ ഗർജിക്കും സിംഹം ജിമ്മി ജെയിംസിന് ഡൽഹിയിലെ പോലീസ് നല്ലൊരു അവാർഡ് തരാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ മീഡിയ വണ്ണിലൂടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ കൂടി വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചും അപമാനിച്ചും കൊണ്ട് ഒരു പരിപാടി നടത്തിയിരുന്നു ജിമ്മി ജെയിംസ്. ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ മീഡിയ വൺ എന്ന് പറയുന്ന മൗദൂദി ചാനൽ ഇന്നോ ഇന്നലെയോ അല്ല നമ്മുടെ ഭാരതത്തിനെതിരെയും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയും ഭാരതത്തിലെ ഹിന്ദുക്കൾക്കെതിരെയും നിരന്തരമായിട്ട് അവർ കൊടുക്കുന്ന വാർത്തയിൽ കൂടി വിഷം കലർത്താൻ തുടങ്ങിയിട്ട് കാലാകാലങ്ങളായിട്ട് ഇവർ ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടേയിരുന്നത്. പിന്നെ ഈ കാര്യത്തിൽ ആരും പ്രതിഷേധിക്കില്ല അല്ലെങ്കിൽ പ്രതികരിക്കില്ല എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം ജിമ്മി ജെയിംസ് ഇത്രയധികം മ്ലേച്ഛമായിട്ട് മോശമായിട്ട് നരേന്ദ്രമോദിജിയെ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കേസ് വരും അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ജിമ്മി ജെയിംസിന് അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്ര മോശമായ രീതിയിൽ പ്രധാനമന്ത്രി പറയുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയാൻ ജിമ്മി ജെയിംസിന് ധൈര്യം ഉണ്ടാവുമോ? ഇല്ല. ഇനി അവർ ഭരണത്തിലില്ലെങ്കിൽ, അതായത് CPM ഭരണത്തിലില്ലെങ്കിൽ പിണറായി വിജയനെ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ അവർ തെരുവിൽ ജീവരക്ഷാ പ്രവർത്തനം നടത്തും. അതുകൊണ്ട് ഈ ജിമ്മി ജെയിംസിനെ പോലുള്ളവർ ഒരിക്കലും നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറയും. കാരണം ആരും ചോദിക്കില്ല, പറയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണത് അവരെ അങ്ങനെ പറയിപ്പിക്കുന്നത്. ഈ മീഡിയ വണ്ണിൻ്റെ ദുർമുഖം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി വൈറ്റിങ്ങിനിടെ ഒരു മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകയെ തോളിൽ തട്ടുന്നു. പക്ഷേ അല്പസമയത്തിന് ശേഷം ആ തോളിൽ തട്ടിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലായിരുന്നു ആ മാധ്യമ പ്രവർത്തക മറ്റുള്ളവരോട് പറഞ്ഞത്. അതിജീവിത എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതിനെയാണ് അവർ അതിജീവിച്ചതെന്ന് പറയാൻ കഴിയില്ല. കാരണം എത്രയേറെ ക്യാമറമാൻ ഉണ്ടായിരുന്നു, അവിടെ വാർത്താ പ്രവർത്തകരുണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകർ, എത്രയേറെ ക്യാമറകളുണ്ടായിരുന്നു. ഇതിന് മുന്നിൽ വെച്ച് തന്നെ സുരേഷ് ഗോപി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുന്ന ആ ഒരു അന്തസ്സില്ലായ്മ, അതല്ലേ പറയേണ്ടതിന്. ശരിക്കും ആ മാധ്യമ പ്രവർത്തക ആ രീതിയിൽ പറയുമ്പോൾ അത് തിരുത്തേണ്ട മാധ്യമ പ്രവർത്തകരൊക്കെയും അവരുടെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ ക്രൂശിലേറ്റാൻ ശ്രമിക്കുകയായിരുന്നു. സത്യത്തിൽ ആ ഒരു സമയത്ത് സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും ഈ ഒരു മാധ്യമ പ്രവർത്തക കാരണം, മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ കാരണം, മാധ്യമങ്ങൾ കാരണം. ചില ആൾക്കാർ പെൺകുട്ടികളെ വലവീശി പിടിച്ച് ഗർഭം ഉണ്ടാക്കിയിട്ട് ഗർഭം അലസിപ്പിക്കാണ്ട് ഗുളിക കൊടുക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചിരുന്നു സുരേഷ് ഗോപിയെ. ഒടുവിൽ നിങ്ങൾ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും കുരിശിലേറ്റാൻ ശ്രമിക്കുകയും ചെയ്ത സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൻ്റെ MP ആണ്, കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രി. ഈ മൗദൂദി ചാനൽ, ഈ മീഡിയ വണ്ണിൻ്റെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഒരു പ്രാവശ്യം നിങ്ങൾ മീഡിയ വണ്ണല്ലേ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തിരിഞ്ഞു പോകുമ്പോൾ പിറകിൽ നിന്ന് കത്തിയെടുത്ത് കുത്തുന്ന ആക്ഷനോടെ ഒരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തിച്ചിരുന്നു. കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ്. അത് സംഘപരിവാറിനോടുള്ള എതിർപ്പാണോ, അതൊക്കെ ഹിന്ദുക്കളോടുള്ള എതിർപ്പാണോ, ഭാരതത്തിനോടുള്ള എതിർപ്പാണോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ മീഡിയ വൺ ചാനൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊരു സത്യമാണ്. അന്നേ ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ഒരു മുട്ടൻ പണി കിട്ടുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ നരേന്ദ്രമോദിജിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തക ജിമ്മി ജെയിംസിന് മാത്രമല്ല മീഡിയ വണ്ണിന് നല്ലൊരു മുട്ടൻ പണി കിട്ടാൻ പോവുകയാണ്. ഭാരതീയ ന്യായ സംഹിത 192/356(2) ഈ വകുപ്പ് പ്രകാരമാണ് മീഡിയ വണ്ണിനെതിരെയും ജിമ്മി ജെയിംസിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. കലാപത്തിന് പ്രേരിപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് പ്രധാനമായിട്ടും ചേർത്തിട്ടുള്ളത്. ഡൽഹിയിലെ സ്പെഷ്യൽ പോലീസാണ് ഈ മാധ്യമത്തിനെതിരെയും ജിമ്മി ജെയിംസിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡൽഹി സ്വദേശികളായ സന്ദീപ്, അതുപോലെ മലയാളിയായ പ്രസന്നൻ പിള്ള എന്നിവരാണ് ഈ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത്. നമ്മളെ കേരളത്തിലത്തെ BJP നേതാക്കളോ പ്രവർത്തകരോ ആരും കേസ് കൊടുക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ആരും മുന്നോട്ട് വന്നില്ല. പക്ഷേ അങ്ങ് ഡൽഹിയിൽ നിന്ന്
ഔട്ട് ഓഫ് ഫോക്കസ് കണ്ട് ആത്മാഭിമാനം നഷ്ടപ്പെട്ട 2 പേര് കേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും വ്യത്യസ്ത ആശയങ്ങളിൽ, വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൽ, വ്യത്യസ്തമായ പ്രവൃത്തിയിൽ, വ്യത്യസ്തമായ ജീവിതശൈലിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ബഹുജനം പലവിധമാണ്, പലതരം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വിമർശിക്കുമ്പോൾ ആരും വിമർശനത്തിന് അതീതരല്ല. പക്ഷേ വിമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ. പിന്നെ പൊതുവെ നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾക്ക് ഒരു ഹരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വെറുതെ ചീത്ത വിളിക്കുക, അപഹസിക്കുക, അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. ഇതൊക്കെ ഒരു ടൈം പാസ് പോലെയോ അല്ലെങ്കിൽ ഒരു ഈ നന്നായിട്ട് ചൊറിയുന്നിടത്ത് നമുക്ക് ചൊറിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മുടെ മലയാളികൾ നോക്കിക്കാണുന്നത്. പല ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ പല വ്യക്തികളും അവരുടെ മുഖപുസ്തകത്തിൽ കൂടി എത്രമാത്രം അവഹേളിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില ആൾക്കാർ ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടി പറയുന്നത് നരേന്ദ്രമോദിയെ ഇങ്ങനെ വലിയ എന്തോ ആണ്, ഈ ലോകരാഷ്ട്രങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെയൊക്കെ വെറുതെ ഒരു ട്രോളാണ്, തള്ളലാണ്, അയാൾ ഒരുങ്ങുമല്ല എന്നൊക്കെ വെറുതെ നമ്മുടെ സമൂഹത്തിൽ 4ാം കിടയായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. സ്വന്തം തന്ത ആരാണെന്ന് വരെ അറിയാത്ത ആൾക്കാരാണ് വിളിച്ചു പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നും. പിന്നെ ഇങ്ങനെ സമാധാനിക്കും. ഈ അഴുകിയ ചിന്താഗതിയില്ല, ബുദ്ധിയുള്ള, മനസ്സുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന വാക്കുകളെ പുറത്തു വരും അല്ലേ? ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് നമുക്ക് സമാധാനിക്കാം. എന്ന് കരുതി നമ്മൾ എന്നും ഈ ദുർഗന്ധത്തെ സഹിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, സഹനം പാലിച്ചു കഴിഞ്ഞാൽ ഈ ദുർഗന്ധം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ പടരും. ഈ ഒരു ദുർഗന്ധം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ പടർന്നാൽ നമ്മളെല്ലാവരും ദുഃഖിക്കേണ്ടി വരും, വിഷമിക്കേണ്ടിയും വരും. അതിനു മുന്നേ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത്തരത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സഭ്യമല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുമ്പോൾ പ്രതികരിക്കാൻ തയ്യാറാവണം. ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ സ്വച്ഛ് ഭാരതിൽ ഉൾപ്പെടുത്തി ക്ലീൻ ചെയ്യേണ്ടത്. എന്തായാലും ജിമ്മി ജെയിംസിന് അവൻ ചെയ്ത ഈ മാധ്യമ പ്രവർത്തനത്തിന് ഒരു അവാർഡ് കിട്ടണേ എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.